ഇതിന്റെ ടോപ്പ് വേരിയന്റ് ആണ്. ഇതിൽ നമുക്ക് ആ കോപ്പർ ബ്രൗൺ ക്രോംസ് പറ്റുന്നില്ല. എടുത്തോ, റെക്കോർഡിംഗ് കണ്ടിന്യൂസ് ആണോ? ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആ ഡുവൽ ടോൺ എലിമെന്റ്സ് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ ഡിം ബ്രൗൺ അല്ലേ, ഇത് ഡിം ബ്രൗൺ അല്ലേ. ഇനി നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു പുതിയ സൈലൻസർ യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അതേ തന്നെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, സിൽവർ ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു നീറ്റ്ലി ഡിസൈൻഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ് അല്ലേ. ഇതൊന്ന് പഴയ മോഡലിൽ ഇത്രയും തള്ളി നിൽക്കുന്നില്ലായിരുന്നു. എന്നാലും ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലെ ഒരു ഇതിട്ടെന്താ പറഞ്ഞ. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലിലേക്ക് കിടക്കാം. നേരത്തെ മോഡലിൽ 5.5 ലിറ്റർ ആയിരുന്നു ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ 5.3 ലിറ്റർ ആയിട്ട് കുറച്ചിട്ടുണ്ട്. ആ ഒരു 2.2 ഈ വണ്ടിയുടെ അണ്ടർ സ്റ്റോറേജ് സ്പേസ് എങ്ങനെയാണോ നമുക്ക് നോക്കാം. അത് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ സീറ്റിൽ തന്നെ ഇങ്ങനെ തിരിക്കണം. തിരിച്ച് നമുക്ക് ഇവിടെ ഓപ്പൺ ആയി. ഇതിപ്പം ഓപ്പൺ ആകുന്നില്ല ഗൈസ്. എന്താണ് നീ കട്ട് ചെയ്ത് റെക്കോർഡിംഗ്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ സീറ്റിംഗിലേക്ക് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള സീറ്റാണ്. അത്യാവശ്യം നല്ല കുഷൻ ചെയ്തേക്കുന്ന സീറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ഞങ്ങൾക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ സൈലൻസറിന്റെ സൗണ്ട് എങ്ങനെയൊന്ന് കേട്ട് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. സൈലന്റ് സൗണ്ട് ആണ്. അങ്ങനെ വലിയൊരു ബാസോ കാര്യങ്ങളോ ഉള്ള സൗണ്ട് അല്ല. നമുക്ക് നിരപ്പിച്ച് നോക്കാൻ. ബ്രേക്ക് പിടിച്ചിട്ട് കൈ കൊടുത്തല്ലോ തോന്നിയാൽ ഇതിന്റെ ഹോൺ ഒന്ന് കേൾപ്പിച്ച് നോക്കാം. അതൊരു ശാന്തനായ ഒരു ഹോണാണ്. നിങ്ങൾക്ക് ഈ ഒരു ഹോൺ എനിക്ക് അത്ര ഒരു കംഫോർട്ടായിട്ട് തോന്നുന്നില്ല. ഒരു കുറച്ചുകൂടെ ലൗഡ് വേണമെന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്ന ഹീറോ ഡിസൈൻ ചെയ്തേക്കുന്ന വെച്ചാൽ ഈ ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ പി 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 എന്നടിച്ച് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും. നല്ലൊരു കാര്യമാണ്. എന്നാലും നിങ്ങൾ നമ്മുടെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി സൗണ്ട് ഉള്ള ഏരിയ കൂടെ പോകുമ്പോൾ ഈ ഹോണിനെ കൂടുതൽ റിലേ ചെയ്യാതെ നിങ്ങൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ റിലേ ചെയ്യുക എന്നാണ്. അപ്പം നമുക്ക് ഹോണിന്റെ കാര്യത്തിൽ ഇപ്പം നമുക്കൊന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേണ്ട ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയണമായിരുന്നു. ഇനി എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയ ഒരു അത് അതിന്റെ കോപ്പറേറ്റ് അടിക്കുക. ഇവിടെ ഉരഞ്ഞ് അല്ലെ ഷൂസ് ഒക്കെ ഇവിടെ ഉരഞ്ഞ് നമ്മുടെ ഇവിടുത്തെ പെയിന്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കെയർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഫുഡ് ഇടാനുള്ള കാര്യങ്ങൾ